നമസ്കാരം, ഞാൻ നിപിൻ ദരപത്ത്. ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ഒരുപാട് ആളുകൾ ഏറ്റെടുക്കുകയും ചെയ്ത ഒരു മനോഹരമായ ചിത്രമുണ്ട്. അതിൻ്റെ അടിക്കുറിപ്പുമുണ്ട്. 3ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്നുള്ള ഒരു അധ്യായത്തിൻ്റെ ഭാഗമാണ് ആ ചിത്രം. അമ്മ ഭക്ഷണമുണ്ടാക്കുന്നതും അച്ഛൻ ജോലിക്ക് പോകുന്നതും എന്നൊക്കെയുള്ള പതിവ് രീതികളിൽ നിന്നും മാറി ഇരുവരും ഒരുമിച്ച് അടുക്കള ജോലിയിൽ ഏർപ്പെടുന്നതുമൊക്കെയാണ് ചിത്രം കാണിച്ചിരിക്കുന്നത്. ഈ സമത്വം എന്ന ആശയം തുടങ്ങി വെക്കേണ്ടത് കുടുംബങ്ങളിൽ നിന്നാണെന്ന് വ്യക്തമാക്കുന്ന ചിത്രത്തിന് മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചത്. ഈ സ്വീകാര്യത നല്ലൊരു മാറ്റത്തിൻ്റെ തുടക്കമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഇപ്പോൾ അത് അധ്യാപകർ പഠിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. കാരണം ജീവിതത്തിലെ മഹത്തരമായ പാഠങ്ങൾ ഒരാൾ പഠിക്കുന്നത് അയാളുടെ വീട്ടിൽ നിന്ന് തന്നെയാണ്. സമത്വം എന്ന പാഠം മാതാപിതാക്കളിൽ തന്നെയാണ് കുട്ടികൾ പഠിക്കേണ്ടത്. ബോളും ബാറ്റും കാറും ലോറിയും ഒക്കെ വെച്ച് കളിക്കുന്നത് ആൺകുട്ടികളാണ്. പെൺകുട്ടികൾ കളിക്കുന്നത് പാവ വെച്ച്. വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുന്നത്, വീട് വൃത്തിയാക്കുന്നതൊക്കെ അമ്മയുടെ, പെൺകുട്ടിയുടെ ജോലിയാണ്. ജോലിക്ക് പോയി പൈസ കൊണ്ടുവരുന്നത് അച്ഛൻ്റെ കടമ. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പാട്രിയാർക്കി സിസ്റ്റം നമ്മളെ പഠിപ്പിച്ചത്. അതായത് അടുക്കള സ്ത്രീകൾക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇടമാണെന്ന തെറ്റായ ബോധ്യം നമ്മുടെ ഉള്ളിൽ വേരാഴുന്ന രീതിയിലാണ് ഇതുവരെയുള്ള തലമുറകൾ വളർന്നു വന്നത്. വളരെ കുഞ്ഞിലെ ഇതിനുള്ള ട്രെയിനിങ് ഒന്ന് തുടങ്ങും. പെൺകുട്ടികൾക്ക് കിച്ചൺ സെറ്റ് ടോയ്സ് വാങ്ങുന്നതും ആൺകുട്ടികൾക്ക് കാറും ലോറിയും ഒക്കെ വാങ്ങുന്നതും ഇതിൻ്റെ ഭാഗമായിരുന്നു. പാഠപുസ്തകങ്ങളിലും സിനിമയിലുമൊക്കെ ഇതൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇതെല്ലാം കണ്ടുപഠിച്ച് വളർന്ന ജനറേഷനിലെ ചില ആണുങ്ങളുണ്ട്, അടുക്കളയിലേക്ക് കയറില്ല എന്ന് ശബ്ദം പിടിച്ച ചിലരെ. ഇതൊന്നും പോരാഞ്ഞിട്ട് മറ്റൊരു കൂട്ടരുണ്ട്, നേരത്തിന് നേരം പെണ്ണുങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അത് തിന്നത് എല്ലിനിടയിൽ കയറുമ്പോൾ ട്രോളുകളുടെ രൂപത്തിലും മറ്റും ഭാര്യയുടെ പാചകത്തെ കുറ്റം പറയുന്നവർ. കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഭാര്യമാരെ പഠിപ്പിക്കുന്ന ടീംസാണ് ഇവർ. എന്തുണ്ടാക്കി കൊടുത്താലും കുറ്റം പറയാനേ ഇവർക്കറിയത്തുള്ളൂ. മറ്റു ചിലർക്ക് അടുക്കള ജോലിയോട് പുച്ഛമാണ്. ഇതൊക്കെ വലിയ കാര്യമാണോ, കുറച്ച് ഉപ്പും മുളകും ഒക്കെ ഇട്ടങ്ങ് ഇളക്കിയാൽ പോരെ എന്നൊരു ചോദ്യവും. എന്നാൽ ഇതിനകത്ത് ബഹുകേമമായിട്ടുള്ള കാര്യം സ്വന്തമായിട്ടൊരു ചായ പോലും മര്യാദയ്ക്കുണ്ടാക്കി കഴിക്കാനോ കുടിക്കാനോ അറിയില്ല എന്നുള്ളതാണ്. കാരണം ഇവർക്ക് തന്നെ അറിയാം ഈ അടുക്കളപ്പണി എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ലെന്ന്. ഇനി മറ്റു ചിലർ സിനിമയിലെ ക്ലീശ നായകന്മാരെ പോലെ അടുക്കളയിൽ പണിയെടുക്കുന്ന ഭാര്യയെ വന്ന് കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും സോപ്പിടുകയും ഒക്കെ ചെയ്യുന്നിട്ട് നൈസായിട്ട് അങ്ങ് മുങ്ങും. അവിടെയുള്ളൊരു പാത്രം പോലും കഴുകി വയ്ക്കുകയോ അടുക്കളയുടെ കാര്യത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയോ ചെയ്യല. ഇനി ഇതൊന്നും അല്ലാത്ത മറ്റൊരു കൂട്ടരുണ്ടേ, താൻ അടുക്കളപ്പണിയിൽ സഹായിക്കുന്നു എന്ന് മറ്റുള്ളവർ അറിഞ്ഞാൽ നാണക്കേടാണെന്ന് കരുതി പുറത്ത് പറയാത്തവർ. ഇവരുടെയൊക്കെ പൊതുവായ ഒരു ധാരണയുണ്ട്, അടുക്കളപ്പണി എന്നത് പെണ്ണുങ്ങൾക്ക് മാത്രമുള്ളതാണെന്ന്, അവരുടെ മാത്രം കടമയാണ് എന്ന്. എന്നാൽ അങ്ങനെയല്ല. അത് ആണ് ചെയ്താലും പെണ്ണ് ചെയ്താലും ഒരു കുഴപ്പവുമില്ല എന്ന് പുതിയ തലമുറ മനസ്സിലാക്കണം. പലപ്പോഴും സ്പെഷ്യൽ ഉണ്ടാക്കാൻ അടുക്കളയിൽ കയറി അലങ്കോലമാക്കി ഇടുന്നവരുമുണ്ട്. അത് പുരുഷൻ്റെ അടുക്കളയായിട്ട് കണക്കാക്കാൻ പറ്റില്ല. വൃത്തികേടാക്കുന്നത് സ്വന്തമായി തന്നെ വൃത്തിയാക്കാൻ കൂടി പഠിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അടുക്കള ആണുങ്ങളുടേത് കൂടിയായിട്ട് മാറുന്നത്. അതിന് ഇത്തരം ചിത്രങ്ങളും മാറ്റങ്ങളും അനിവാര്യമാണ്. പണ്ടത്തെ കുട്ടികൾ മാതാപിതാക്കളെ അനുസരിക്കുന്നവരും അനുകരിക്കുന്നവരുമായിരുന്നെങ്കിൽ ഇന്നത്തെ കുട്ടികൾ മാതാപിതാക്കളെ ചോദ്യം ചെയ്യുന്നവരാണ്. എന്തുകൊണ്ട് അവൻ മാത്രം ബോളും പന്തും വെച്ച് കളിക്കണം, എനിക്കും അത് വെച്ച് കളിക്കാൻ ഇഷ്ടമാണല്ലോ. അല്ലെങ്കിൽ എന്തുകൊണ്ട് അവൾക്ക് മാത്രം പിങ്ക്, എനിക്കും ആ നിറം ഇഷ്ടമാണല്ലോ എന്ന് ഇന്നത്തെ കുട്ടികൾ ചോദിക്കും. അതുകൊണ്ട് മാറ്റങ്ങൾ എല്ലായിടത്തും ഉണ്ടാവണം. അടുക്കള ആരുടേതെന്ന ചോദ്യത്തിന് അമ്മയുടേത് എന്ന് പറയുന്നതിന് പകരം ഞങ്ങളുടേതെന്ന് പറയാൻ സാധിക്കണം. ഒരു കുടുംബത്തിലുള്ളവർക്ക് ഒരുമിച്ചിരിക്കാനും സംസാരിക്കാനും ഏറ്റവും കൂടുതൽ സമയം അനുവദിക്കപ്പെടുന്ന ഇടമാണ് അടുക്കള. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സംസാരിക്കുന്നത് ജോലിഭാരം കുറയ്ക്കും. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധവും ആശയവിനിമയങ്ങളും കുറച്ചുകൂടെ മികച്ചതാകും. പരസ്പരം സ്നേഹിക്കാനും സംസാരിക്കാനുമൊക്കെയുള്ള ഇടങ്ങൾ അടുക്കളയിലുണ്ട്. ഇതൊക്കെ കണ്ടെത്തുമ്പോഴാണ് അടുക്കള ആണിൻ്റെയോ പെണ്ണിൻ്റെയോ അല്ലാതെ ആ കുടുംബത്തിൻ്റേതായിട്ട് മാറുന്നത്. അപ്പോൾ മാത്രമാണ് കുടുംബം എന്ന വാക്കിന് ആഴവും കെട്ടുറപ്പും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അടുക്കള എന്നത് ഒരു വിഭാഗത്തെ മാത്രം ആജീവനാന്തം ലോക്ക് ചെയ്ത് വെക്കാനുള്ള ഇടമൊന്നുമല്ല എന്നുള്ള തിരിച്ചറിവ് പുതിയ തലമുറയ്ക്കെങ്കിലും മനസ്സിലാക്കണം. സ്ത്രീകളെ സഹായിക്കുന്നു എന്നുള്ള നിലപാട് പോലും ശരിയായ കൺസെപ്റ്റ് അല്ല എന്നാണ് എൻ്റെ വാദം. എല്ലാവരും ജീവിക്കുന്ന വീട്ടിൽ എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ അതുണ്ടാക്കാൻ കൂടുന്നത് സഹായമല്ല, മറിച്ച് പങ്കാളിത്തമാണ്. നിങ്ങളൊരു ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ഒരാൾ മാത്രമാണോ എല്ലാവർക്കും വേണ്ടി പണിയെടുക്കുന്നത്? അല്ലല്ലോ. എല്ലാവരും ഒരുമിച്ചല്ലേ കാര്യങ്ങൾ ചെയ്യുന്നത്. അതേ മാന്യത എന്തുകൊണ്ട് വീട്ടിൽ കാണിച്ചുകൂടാ എന്നൊരു ചോദ്യം. അപ്പോൾ അവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത് ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല, ചെയ്യാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ്.
ഒരേ പഠിപ്പും ഒരേ ജോലിയും ഒരേ പദവിയും ഒക്കെ ഉണ്ടെങ്കിലും അടുക്കള ജോലി വീട്ടിലെ പെണ്ണുങ്ങൾക്ക് തന്നെ. ഇവിടെ കുഴപ്പം കുക്കിങ്ങിനും ക്ലീനിങ്ങിനുമല്ല. എല്ലാ മനുഷ്യരും സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടി ഏറ്റവും അത്യാവശ്യമായി പഠിച്ചിരിക്കേണ്ടതാണ് ഈ 2 ജോലികളും. വീട്ടുജോലികളും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഒരു പുരുഷനും നിർബന്ധിതമായി ആ ജോലി ചെയ്യാൻ തളച്ചിടുന്നില്ല. അതേസമയം സ്ത്രീയിലത് അടിച്ചേൽപ്പിക്കപ്പെടുന്നു. നിങ്ങളുടെ പെങ്ങളോ ഭാര്യയോ അമ്മയോ കഴിച്ച പാത്രം എച്ചിലുൾപ്പെടെ മേശപ്പുറത്ത് വെച്ചിട്ട് പോകുന്നത് നിങ്ങൾ എടുത്തു മാറ്റാറുണ്ടോ? അവരങ്ങനെ വെച്ചിട്ട് പോകുന്നതിനെക്കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ അത് പുരുഷൻ ചെയ്താൽ അത് സ്വാഭാവികം. അതിലെവിടെയാണ് സമത്വം ഇരിക്കുന്നത്? വീട്ടിൽ അതിഥി ഉണ്ടെങ്കിൽ അമ്മയായിരിക്കും അടുക്കളയിൽ. അച്ഛൻ വലിയ കഥകളൊക്കെ പറഞ്ഞ് അതിഥികളുടെ കൂടെ അങ്ങോട്ട് കൂടും. അതിനി അമ്മയെ കാണാൻ വന്നവരാണെങ്കിൽ പോലും വീട്ടിൽ ആരെങ്കിലും വന്നാൽ പെൺകുട്ടികൾ പെട്ടു. അതെടുക്ക്, അവർക്ക് കൊടുക്ക്, അതെടുത്തുകൊണ്ട് വാ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കും. അതേസമയം വീട്ടിൽ പെൺകുട്ടി ഉള്ളപ്പോൾ ആൺകുട്ടിയോട് ചായ എടുക്കാനോ അവർക്ക് കൊടുക്കാനോ പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരു വീട് എങ്ങനെ നോക്കണമെന്നതിനെക്കുറിച്ചിട്ട് പെൺകുട്ടികളെ മാത്രമാണ് പഠിപ്പിക്കുക. ആരും ആൺകുട്ടികളെ വീട് നോക്കാൻ പഠിപ്പിക്കുന്നത് കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിയുടെ മേലാണ് ഇത്തരം ചുമതലകളെന്ന് പഠിപ്പിച്ചു വച്ചേക്കാം. നമ്മുടെ തലമുറ ഇങ്ങനെ കുറേ മാമൂലുകൾ തൂങ്ങി വളർന്നു വന്നവരാണ്. നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമ്മൾ കേട്ടറിഞ്ഞതും കണ്ടറിഞ്ഞതും ഇതൊക്കെ തന്നെയാണ്. പക്ഷേ വളർന്നു വരുന്ന കുട്ടികൾ നമ്മൾ അതേ അബദ്ധം കുത്തിനിറക്കേണ്ട കാര്യമില്ല. ഈക്വാലിറ്റി വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങുക. മക്കളോട് സംസാരിക്കുമ്പോൾ പെണ്ണ് ആണ് എന്നതിന് പകരം മനുഷ്യൻ എന്ന വാക്കുപയോഗിച്ച് ശീലിക്കുക. ഒരാണും പെണ്ണുമുള്ള വീട്ടിൽ അവൻ അനുവദിക്കുന്നതെല്ലാം അവൾക്കും അനുവദിക്കുക. അവളെ സംരക്ഷിക്കാനുള്ള ബോഡി ഗാർഡായി ആൺകുട്ടിയെ സഹോദരനെ ചിത്രീകരിക്കാതിരിക്കുക. അവരവരുടെ ജീവിതം അവരവരുടെ ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് വേണം മക്കളെ വളർത്താനായിട്ട്. ഒരാളുടെ നിഴലിൽ ജീവിക്കാൻ പഠിച്ചാൽ പിന്നെയും ഒരാളുടെ നിഴലിൽ തന്നെയാവും ആ കുട്ടി ജീവിക്കുക. അതുകൊണ്ട് ആണായാലും പെണ്ണായാലും സ്വയം നിലനിൽക്കാൻ പഠിക്കുക. പഠിച്ച് ജോലി നേടാനും ഒപ്പം തൻ്റെ കാര്യങ്ങൾ സ്വയം ചെയ്യാനായിട്ടും ഒക്കെ പഠിക്കുക. തുണി അലക്കുന്നത് മുതൽ പാചകം വരെ 2 പേരെയും ഒരേപോലെ പഠിപ്പിക്കുക. ഗോ സെർവ് യുവർ സെൽഫ് എന്ന് ആൺമക്കളോട് പറയാൻ മടിക്കുന്ന നമ്മുടെ തലമുറ തന്നെയാണ് നാളത്തെ പെൺകുട്ടികളുടെ ശാപം. വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ ആണുങ്ങൾ ഹാളിലും പെണ്ണുങ്ങൾ അടുക്കളയിൽ നിന്ന് സംസാരിക്കുന്ന വിചിത്രമായ രീതികൾ ഒഴിവാക്കുക. ആണും പെണ്ണും ഏത് ജെൻഡറും ഒരേ തട്ടിൽ ഒരേ സൗകര്യങ്ങളിൽ ഒരേ ബഹുമാനം ലഭിച്ച് ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സമൂഹമാണ് മനുഷ്യൻ്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കുമെന്ന ബോധ്യം ഉണ്ടാവണം. മുമ്പ് കാണിച്ച ചിത്രങ്ങൾ മാറ്റങ്ങൾ വരും, അതുറപ്പാണ്. അതിൻ്റെ അടയാളമാണ് പതിയെ പടികേറി വരുന്ന ഇത്തരം മാറ്റങ്ങൾ. തിങ്ക് പോസിറ്റീവ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.